ഹൈഡ്രോളിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പുതിയൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ 2019 ഏപ്രിലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ്. ഒരു വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ വീഡിയോക്ക് ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാനുള്ളൊരു വിരസത കാരണമാണ് നമ്മളെല്ലാം ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തത്. ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. തൽക്കാലം നമ്മൾ കുറച്ച് പാർട്ടായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An isosceles triangular plate of base 3 meter and altitude 3 meter is measured vertically in an oil of specific gravity 0.8. Determine the total pressure and center of pressure of the plate. The base of the plate coincides with the free surface of oil. മിക്കവാറും സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു പോരായ്മയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യാനൊക്കെ അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യനായി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മാർഗ്ഗം വെച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക എന്നുള്ളതാണ്. ഇത് ഓരോ വേർഡുകളായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ബേസിൻ്റെ അളവ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൽറ്റിറ്റ്യൂഡിൻ്റെ അളവ് തന്നിട്ടുണ്ട്, ബേസും അതിൻ്റെ ഹൈറ്റിൻ്റെയും അളവ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഓയിലിൽ, അവിടെ ലിക്വിഡ്, അത് മുക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് ഓയിലാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. അങ്ങനെ 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഓയിലിൽ വെർട്ടിക്കലി ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. വെർട്ടിക്കലിയാണ് വെച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ബേസ് അതിൻ്റെ ഫ്രീ സർഫസ് ഓഫ് ഓയിലിന് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടി. നമുക്ക് ഒരു ഓയിൽ 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഓയിൽ, അതിലൊരു ഐസോലെസ് ട്രയാങ്കിൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെർട്ടിക്കലിയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ഫ്രീ സർഫസ് ഓഫ് ഓയിലിന് കോയിൻസൈഡ് ചെയ്തിരിക്കുക. ഇതാണ് അതിൻ്റെ ചിത്രം. ഇങ്ങനെയാണ് ആ ഒരു ഓയിലിൽ ആ ട്രയാങ്കുലർ പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന് തന്നിട്ടുള്ള ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ബേസ് 3 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അതും 3 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യന്. ഇത്രയാണ് മനസ്സിലാക്കാവുന്നുള്ള ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കുലർ പ്ലേറ്റ്, അതിൻ്റെ ബേസ് ആ ഫ്രീ സർഫസ് ഓഫ് ഓയിലിൻ്റെ ഏറ്റവും ടോപ്പുള്ള സർഫസിനോട് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞാൽ 0.8. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാണാൻ എന്തൊക്കെയാണുള്ളത്? അതിൻ്റെ ടോട്ടൽ പ്രഷറും കാണണം, സെൻറ്റർ ഓഫ് പ്രഷറും കാണണം. ആ പ്ലേറ്റിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷറും ആ പ്രഷറിൻ്റെ സെൻറ്ററും, ആ പ്രഷർ എവിടെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത്, സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് ദ പ്ലേറ്റും നമുക്ക് കാണണം. അപ്പോൾ അത്ര 2 സംഭവങ്ങൾ കാണാനുള്ളൂ. അപ്പോൾ ഓരോ സംഭവത്തിനും 3 മാർക്ക് വീതമാണ് ഉണ്ടാവുക. നമ്മൾ ടോട്ടൽ പ്രഷർ മാത്രം കാണുകയാണെങ്കിൽ 3 മാർക്ക് കിട്ടും. പിന്നീട് ആ പ്രഷർ ഓഫ് ദ പ്ലേറ്റ്, സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് ദ പ്ലേറ്റ് കാണുകയാണെങ്കിൽ അതിനൊരു 3 മാർക്കും കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ മാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ആ ആൻസർ എങ്ങനെ നമുക്ക് കിട്ടുക നോക്കുക. ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം. ആ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പിന്നീട് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡാറ്റാസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്താണെന്ന് എടുത്ത് എഴുതുക. അത് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഓഫ് ദ പ്ലേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? നമ്മൾ ബി എടുത്താൽ 3 മീറ്റർ കിട്ടി. ബേസ് ഓഫ് പ്ലേറ്റ് നമ്മൾ ബി എന്ന് നോട്ടേറ്റ് ചെയ്തു, അതിന് 3 മീറ്റർ കിട്ടി. പിന്നെ അതിൻ്റെ ഹൈറ്റ് ഓഫ് തന്നിട്ടുണ്ട് അല്ലേ, ഹൈറ്റ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട്. അതിന് എച്ച് നമ്മൾ എടുക്കുകയാണ്.
അത് നമുക്ക് 3 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ കാണാൻ കഴിയും. ഏരിയ കാണാൻ നമുക്കറിയാം A ഈക്വൽ ടു B ഇൻറ്റു എച്ച് ബൈ 2 എന്നാണ്. B ഇൻറ്റു എച്ച് ബൈ 2, B 3 ആണ്, H 3 ആണ്, ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4.5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഏരിയ കിട്ടി. ഈ സെറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് പോലെ തന്നെയാണ് BH/2 എന്നുള്ള ആ ഒരു ഫോർമുല തന്നെയാണ് 3/3/2. ഇനി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്, 0.8 തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.8 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഓയിൽ നമുക്ക് കാണാം, റോ ഈക്വൽ ടു 0.8 ഇൻറ്റു 1000. 0.8 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിൻ്റെ യൂണിറ്റ് ഒരിക്കലും മറക്കരുത്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ CGയിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ്, ഫ്രീ സർഫസിൽ നിന്നുള്ള CGയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര കാണാം. ഡിസ്റ്റൻസ് ഓഫ് CG, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. ആ ഓയിലിൻ്റെ ഫ്രീ സർഫസിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ് കാണാം. ഇവിടെ ബേസ് ഓയിലിൻ്റെ ഫ്രീ സർഫസിനോട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഈ ട്രയാങ്കിൾ പ്ലേറ്റിൻ്റെ CG കാണുന്ന ആ ഫോർമുല അങ്ങ് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. നമുക്കറിയാം H ബാർ ഈക്വൽ ടു 1/3 ഇൻറ്റു H പ്ലസ് 1/3 ഇൻറ്റു H, അത്രേ ഉള്ളൂ അല്ലേ. അതായത് X ബാർ ആണ്. നമ്മൾ സാധാരണ CG ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ പറഞ്ഞാൽ X ബാർ ആണ്. X ബാർ പ്ലസ് ആ ഡിസ്റ്റൻസ് കൂടി കൂട്ടുമ്പോൾ നമുക്ക് H ബാർ കിട്ടല്. ഇവിടെ ആ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട്, അതായത് ഫ്രീ സർഫസിൽ നിന്ന് ബേസിലേക്ക് ഒരു ഡിസ്റ്റൻസും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ H ബാർ ഈക്വൽ ടു X ബാർ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 H, അല്ലെങ്കിൽ H/3 എന്നാണ്. അപ്പോൾ നമുക്ക് H നമുക്കറിയാം 3 ആണ്, അതുകൊണ്ട് തന്നെ 3/3 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് അതിൻ്റെ H ബാർ കിട്ടി. അതായത് ഫ്രീ സർഫസ് ഓഫ് ഓയിലിൽ നിന്നുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ആ ഡിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്, ടോട്ടൽ പ്രഷർ അല്ലേ. ടോട്ടൽ പ്രഷർ F ഈക്വൽ ടു റോ GA H ബാർ എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ F ഈക്വൽ ടു റോ GA H ബാർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ റോ കണ്ടിട്ടുണ്ട്, G അറിയാം, A കണ്ടിട്ടുണ്ട്, H ബാറും കണ്ടിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു റോ എന്ന് പറഞ്ഞാൽ 800, G എന്ന് പറഞ്ഞാൽ 9.81, ഏരിയ 4.5, H ബാർ നമുക്ക് കിട്ടി 1. അതിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 35,316 ന്യൂട്ടൺ എന്ന് കിട്ടും. അത് നമുക്ക് എഴുതുകയാണെങ്കിൽ കിലോ ന്യൂട്ടണിലാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 35.316 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ടോട്ടൽ പ്രഷർ കാണാൻ. ആകെ ആ ഒരു ഇക്വേഷൻ അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ അല്ലേ, ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ F ഈക്വൽ ടു റോ GA H ബാർ. റോ നമ്മൾ കണ്ടു, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്തപ്പോൾ ഡെൻസിറ്റി കിട്ടി, അതാണ് റോ. ജിയുടെ വാല്യൂ നമുക്കറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം 9.81. A നമ്മൾ കണ്ടു അല്ലേ, B ഇൻറ്റു H/2, BH/2 4.5 നമുക്ക് കിട്ടി. H ബാർ നമ്മൾ കണ്ടു അല്ലേ, അതായത് H/3 എന്നുള്ള സംഭവം ചെയ്തിട്ട് നമുക്ക് H ബാർ കണ്ടു. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 35,316 ന്യൂട്ടൺ എന്ന് കിട്ടും. 35,316 ന്യൂട്ടൺ എന്ന് കിട്ടും നമുക്ക്. അത് കിലോ ന്യൂട്ടണിലാക്കുമ്പോൾ 35.316 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ടോട്ടൽ പ്രഷർ കണ്ടു, 3 മാർക്ക് അവിടെ. ഓക്കെ, ഇനി അടുത്ത പോർഷൻ, സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. ഓയിലിൻ്റെ ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് എത്രയെന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H' ഈക്വൽ ടു IG/A H ബാർ പ്ലസ് H ബാർ എന്നാണ്. ചില ആൾക്കാർ H സ്റ്റാർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഏതാണെങ്കിലും ഇക്വേഷൻ ഇതാണ്, IG/A H ബാർ പ്ലസ് H ബാർ എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ. H' ഈക്വൽ ടു IG/A H ബാർ പ്ലസ് H ബാർ. ഇനി അത് എന്താണ് IG എന്ന് നോക്കാം. വേർ IG ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാങ്കുലർ സെക്ഷൻ
എബൌട്ട് സി ജി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഐ ജി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ എബൌട്ട് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് ആ ട്രയാങ്കിൾ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാങ്കിൾ സെക്ഷൻ എബൌട്ട് സി ജി ആണ് നമ്മൾ ഐ ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ജിനെ കാണാം. ഐ ജി ഈക്വൽ ടു BH3/36 എന്നുള്ളതാണ് ട്രയാങ്കുലർ സെക്ഷന്. ഓരോ സെക്ഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കുലർ സെക്ഷൻ്റെ ഐ ജി എന്ന് പറഞ്ഞാൽ BH3/36 എന്നുള്ളതാണ്. BH3/36. ബി നമുക്കറിയാം 3H 3 ആണ്. അപ്പോൾ B × H3 3 × 3³/36 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 2.25 മീറ്റർ. BH3/36 ചെയ്യുക, 3 × 3³/36 ചെയ്യുമ്പോൾ നമുക്ക് 2.25. അതിൻ്റെ യൂണിറ്റ് m⁴ എന്നാണ്, m⁴ എന്നാണ് കിട്ടുക. അതിൻ്റെ യൂണിറ്റ് മാർക്കത് മൊമെൻറ്റ് ഓഫ് ഐ ജിയുടെ യൂണിറ്റ്. അപ്പം നമ്മൾ ഐ ജി കണ്ടു. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് എന്താണ്? ഐ ജി കണ്ടു കഴിഞ്ഞാൽ എച്ച് ഡാഷ് കാണാൻ വേണ്ടി, കാരണം നമുക്ക് എ അറിയാം, എച്ച് ബാർ അറിയാം. അപ്പോൾ ആ വാല്യൂസ് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എച്ച് ഡാഷ് ഈക്വൽ ടു ഐ ജിയുടെ വാല്യൂ 2.25 ഡിവൈഡ് ബൈ 4.5, അതായത് ഏരിയ ഓഫ് പ്ലേറ്റ് നമ്മൾ നേരത്തെ കണ്ടാണ്, ഇൻറ്റു 1 എച്ച് ബാറിൻ്റെ വാല്യൂ അതും കണ്ടാണ്, പ്ലസ് 1 അതും വേണ്ട, എച്ച് ബാറിൻ്റെ വാല്യൂ പ്ലസ് 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? നമുക്ക് 0.5 + 1 എന്ന് കിട്ടും. കാരണം ഈ ഒരു ടേമിൻ്റെ ഒന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും, പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 1.5 മീറ്റർ എന്നാണ് എച്ച് ഡാഷിൻ്റെ കിട്ടുക. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ എന്ന് കിട്ടി, നമുക്ക് 1.5 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മാർക്കിൻ്റെ സാധനം കിട്ടി. 3 മാർക്കിൻ്റെത് നേരത്തെ ഇവിടെ കിട്ടി, അതേപോലെ തന്നെ ബാക്കി 3 മാർക്കിൻ്റെ ഇവിടെയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഉത്തരത്തെ ഒന്നും കൂടി എടുത്ത് എഴുതാം. അതാണ് നമുക്ക് ഒന്നും കൂടി നല്ല ഭംഗി, കുറച്ചും കൂടി നമുക്ക് ആ നമ്മുടെ മാർക്കൊന്ന് ഉറപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യം ടോട്ടൽ പ്രഷർ എത്ര എന്നുള്ളതാണ്. ടോട്ടൽ പ്രഷർ ആൻസർ ടോട്ടൽ പ്രഷർ ഈക്വൽ ടു 35.316 kN എന്ന് കിട്ടി. രണ്ടാമത് നമ്മൾ അതിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചോദ്യം സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ഓയിൽ എത്രയാണ്, അതായത് സെൻറ്റർ ഓഫ് പ്രഷർ എത്ര എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ ഈക്വൽ ടു 1.5 മീറ്റർ. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം. 6 മാർക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് 10 മിനിറ്റ് ഒക്കെ എടുത്തുണ്ടാവും, 10-11 മിനിറ്റ് എടുത്തുണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഡിസ്ചാർജ് ത്രൂ എ വെഞ്ചുറിമീറ്റർ. ഒരു വെഞ്ചുറിമീറ്ററിലൂടെയുള്ള ഡിസ്ചാർജ് ഫൈൻഡ് ചെയ്യുക, അതിന് കണ്ടെത്താനുള്ള ആ ഒരു ഫോർമുല, അത് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു വെഞ്ചുറിമീറ്ററിലൂടെ വെഞ്ചുറിമീറ്ററിലൂടെയുള്ള ഡിസ്ചാർജ് കാണാനുള്ള ആ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാനുള്ളതാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഡിസ്ചാർജ് ത്രൂ ആൻ വെഞ്ചുറിമീറ്റർ. സിമ്പിളാണ്, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യനൊക്കെ ധാരാളം ഉണ്ട്. 6 മാർക്കിന് വേണ്ടി വരില്ല, എന്നാലും നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്താണ്? വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. വെഞ്ചുറിമീറ്റർ, ഇവിടെ വെഞ്ചുറിമീറ്റർ നമ്മൾ ചിത്രം വരച്ചു. അതിന് A1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റത്തെ ഇൻലെറ്റിലെ ഏരിയ, V1 ഇൻലെറ്റിലൂടെയുള്ള വെലോസിറ്റി, P1 ആണ് ഇൻലെറ്റിൻ്റെ പ്രഷർ. ഈ ഒരു പോർഷൻ നമ്മൾ സെക്ഷൻ 1 ആക്കി എടുത്തു. പിന്നെ ഇവിടെ ത്രോട്ടാണ്, രണ്ടാമത്തെ സെക്ഷൻ ത്രോട്ടാണ്, അത് A2, അവിടുത്തെ ഏരിയ A2, അവിടുത്തെ വെലോസിറ്റി, അതിലൂടെയുള്ള വെലോസിറ്റി V2, അതിലൂടെയുള്ള പ്രഷർ P2, അത് നമ്മൾ സെക്ഷൻ 2 ആക്കി എടുത്തു ത്രോട്ട്. ഈ രണ്ട് പ്രഷർ ഹെഡ്, ഇവിടുത്തെ പ്രഷർ ഹെഡും ഇവിടുത്തെ പ്രഷർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് H. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡെറിവേഷനിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് തീരും, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഡെറിവേഷൻ. ഈസിയാണ്, നമുക്ക് ചെയ്യാം. ആദ്യം ഇതിൽ നമ്മൾ എന്താ ചോദിച്ചാൽ അതിൻ്റെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈയും ബെർണോളിസ് ഇക്വേഷൻ സെക്ഷൻ 1-ലും 2-ലും നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? ബെർണോളിസ് ഇക്വേഷൻ പറഞ്ഞാൽ P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z എന്നുള്ളതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ.
ഇത് നമ്മൾ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും അപ്ലൈ ചെയ്തു. സെക്ഷൻ 1ന്റെ പോർഷനാണ് P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 എന്നുള്ളത്. സെക്ഷൻ 2ന്റെ സെക്ഷനാണ് P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 എന്നുള്ളത്. ഇവിടെ ഈ പൈപ്പ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ Z1 ഈക്വൽ ടു Z2 ആണ്. ആസ് പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ ഹെൻസ് Z1 ഈക്വൽ ടു Z2. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ വാല്യൂ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ആ ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ Z1 ഈക്വൽ ടു Z2 എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഈക്വൽ ടു 0 ആയി മാറും. നെക്സ്റ്റ് അപ്പം റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് എടുക്കുക. P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G എന്നുള്ളതും, അത് അപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G എന്നുള്ളതും വാല്യൂ എടുത്തു. അതോർ നമുക്ക് കിട്ടി P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം? ഇതിനെ നമുക്ക് P1 മൈനസ് P2 ബൈ റോ ജി ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G എന്നുള്ളതാക്കി എഴുതാം. ഈ ഒരു സംഭവത്തെ Z കളഞ്ഞു. P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G ഈക്വൽ ടു P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ 2G അല്ലേ. ഇനി ഇതിനെ നമ്മളൊന്ന് ഒന്നും ചേഞ്ച് ചെയ്തു. ഈ P2നെ ഇങ്ങോട്ടേക്കും ഈ V1നെ ഇങ്ങോട്ടേക്കും മാറ്റി. P2നെ ഇങ്ങോട്ടേക്കും ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്കും V1നെ ഇങ്ങോട്ടേക്കും മാറ്റി. അപ്പോൾ ഈ P2നെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P1 മൈനസ് P2 ബൈ റോ ജി എന്ന് കിട്ടി. ഇപ്പുറത്തേക്ക് ഈ V1 സ്ക്വയർ ബൈ 2G ഇങ്ങോട്ട് മാറ്റിയപ്പം V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G എന്ന് കിട്ടി. നമ്മൾ ഇക്വേഷൻ 1 എന്നാക്കിയിട്ടു. ഇതിൻ്റെ ഒരു ചെറിയൊരു ആവശ്യം വരും നമുക്ക്. ഇക്വേഷൻ 1 എന്നാക്കിയിട്ടു. P1 ബൈ P2 ബൈ റോ ജി നമ്മളിങ്ങനെ എഴുതാനുള്ള കാരണം അതാണ്. അതെന്താണ്? ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ്സ് ആണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ H എന്നാണ്. അപ്പോൾ P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി ഈക്വൽ ടു H എന്നുള്ളതാണ്. ഓക്കെ, അതായത് രണ്ട് പ്രഷർ, ഇതിൻ്റെ ഈ പ്രഷർ ഹെഡും ഇവിടുത്തെ പ്രഷർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് H. ഇവിടുത്തെ പ്രഷർ ഹെഡും ഇവിടുത്തെ പ്രഷർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടുത്തെ പ്രഷർ ഹെഡ് ഇവിടെ എത്തി, ഇവിടുത്തെ പ്രഷർ ഹെഡ് ഇവിടെ എത്തി, തമ്മിലുള്ള ഡിഫറൻസ് ആണ് H. ഓക്കെ, അപ്പോൾ Hൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അവിടേക്ക് H എന്നുള്ള സംഭവം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും എന്താ നമുക്ക് കിട്ടുക? H ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G എന്ന് കിട്ടും. നമ്മളൊരു ഇക്വേഷൻ 2 എന്നുള്ള നമ്പർ കൊടുത്തു. ഈ സംഭവത്തിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സെക്ഷൻ 1 and 2ലെ കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A1 V1 ഈക്വൽ ടു A2 V2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് കിട്ടും V1 ഈക്വൽ ടു A2 V2 ബൈ A1 എന്ന് കിട്ടും. V1 ഈക്വൽ ടു ഈ എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അല്ലേ. എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം ഡിവൈഡ് ബൈ താഴേക്ക് വരും അല്ലേ. അപ്പം ഈ V1 ഈക്വൽ ടു A2 V2 ബൈ A1 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ വാല്യൂ V1ൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ V1ൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? H ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് A2 V2 ബൈ A1 ഓൾ സ്ക്വയർ ബൈ 2G എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ V2 സ്ക്വയർ ബൈ 2G ഇൻറ്റു 1 മൈനസ് A2 സ്ക്വയർ ബൈ A1 സ്ക്വയർ എന്ന് കിട്ടും. അത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? V1 സ്ക്വയർ ബൈ 2G ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ബൈ A1 സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. മനസ്സിലായില്ലേ? വളരെ ഈസിയാണ് സംഭവം. ഇതിലേക്ക് എന്താണ്? ഈ ഇക്വേഷനിലേക്ക് ഈ V1ന് പകരം നമ്മൾ ഈ വാല്യൂ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. ഈ വാല്യൂ ഇവിടെതാ. ഈ V1ന് പകരം നമ്മൾ ഈ വാല്യൂ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പം V2 സ്ക്വയർ ബൈ 2G മൈനസ് A2 സ്ക്വയർ A2 V2 ബൈ A1 ഓൾ സ്ക്വയർ, ഈ സ്ക്വയർ ഇവിടെ ഓൾ സ്ക്വയർ ആയി ബൈ 2G. നമ്മൾ ഇതിനെന്ത് ചെയ്തു? ഈ ഒരു ഫോമിൽ V2 സ്ക്വയർ ബൈ 2G എന്നുള്ളത് മാറ്റി ഇവിടുത്തെ ഈ 2G ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് കിട്ടി? V2 സ്ക്വയർ ബൈ 2G ഇൻറ്റു 1 മൈനസ് A2 സ്ക്വയർ. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, V2 സ്ക്വയർ ഉണ്ട് ഇവിടെ. ആ V2 സ്ക്വയർ ബൈ 2G എന്നുള്ള ഇവിടുന്ന് ഈ രണ്ട് ടേമിനെ V2 സ്ക്വയർ
2g എന്നുള്ള ടേം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് വരുന്നത് അല്ലേ. അത് കോമൺ ഫാക്ടർ ആയതുകൊണ്ട് 1 എന്ന് വന്നു. ഇവിടെ ഉണ്ടോന്ന് ഇവിടെ. അപ്പോൾ ആ v2² / 2g നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് ഇട്ടു. ഇവിടെ ഇൻറ്റു 1 ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ പോർഷന് പകരം ഇവിടെ 1 എന്നു. പിന്നെ ഇവിടുത്തെ ഈ ഭാഗം എന്താണ് a2² / a1². ഓക്കെ, അതങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതിന് നമ്മൾ വീണ്ടും ഇക്വേറ്റ് ചെയ്തു. ഈ ഒരു ടേമിന് നമ്മൾ ഒന്ന് ഷെയർ ചെയ്തു. ഈ a1² അല്ലേ, ഈ ഇൻറ്റു 1നോട് ചേർത്തു മൈനസ് a2² / a1². a1² ഇൻറ്റു 1 മൈനസ് a2² ഓൾ ഡിവൈഡ് ബൈ a1². അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ v2² ഈക്വൽ ടു 2gh ഇൻറ്റു a1² / a1² മൈനസ് a2² എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, v2² ഈക്വൽ ടു 2gh, ഈ 2geh അല്ലേ, ഈ 2geh ഇൻറ്റു ഇത് തിരിഞ്ഞു വരൂ അല്ലേ, a1² / a1² മൈനസ് a2² എന്ന് വരും. ഓക്കെ, ഇനി നമുക്കതിലെ v2 എന്നുള്ള ടേം മാത്രം കാണാം. അങ്ങനെയാണെങ്കിൽ therefore v2 ഈക്വൽ ടു root of 2gh a1² / a1² മൈനസ് a2². അത് നമുക്ക് എങ്ങനെ എഴുതാം? a1 ഡിവൈഡ് ബൈ ഓൾ റൂട്ട് ഓഫ് a1² മൈനസ് a2² ഇൻറ്റു റൂട്ട് ഓഫ് 2gh എന്ന് എഴുതാം. ഈസി അല്ലേ സംഭവത്തിന്? ഇതിൻ്റെ സ്ക്വയർ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ റൂട്ട് ചെയ്ത് ഇതിനൊന്നായിട്ട് ഈ ടേംസിനൊന്നായിട്ട് റൂട്ട് ഇട്ടപ്പം ഇവിടുത്തെ സ്ക്വയർ പോയി. പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഈ a1 റൂട്ട് അപ്ലൈ ചെയ്തു. a1² ഇവിടെ റൂട്ട് പോയാൽ ഇവിടെ a1 മാത്രമായി. പിന്നെ അപ്പോൾ പിന്നെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1² മൈനസ് a2² ഇൻറ്റു റൂട്ട് 2gh എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഡിസ്ചാർജ് അല്ലേ. അപ്പോൾ ഡിസ്ചാർജ് എന്താണെന്ന് കാണാം. therefore ഡിസ്ചാർജ് q ഈക്വൽ ടു a2v2 എന്നുള്ളതാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു ഡിസ്ചാർജ് എന്ന് നമുക്ക് അറിയാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ചാർജ് കാണാം. തിയററ്റിക്കൽ ഡിസ്ചാർജ് അവിടെ a2 ഇൻറ്റു v2 ഇവിടെ ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. v2ൻ്റെ വാല്യൂ നേരിട്ടാണ്ട് എഴുതാം. v2ന് പകരം നമ്മൾ എന്ത് ചെയ്തു? a1 ബൈ റൂട്ട് ഓഫ് a1² മൈനസ് a2² ഇൻറ്റു റൂട്ട് 2gh എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടി. ഒന്നുകൂടി സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ a1 a2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1² മൈനസ് a2² ഇൻറ്റു റൂട്ട് 2gh. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് എത്ര വരിക? CD അല്ലേ, അതിൻ്റെക്ക് CD കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. CD ഇൻറ്റു തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് ആക്ച്വൽ ഡിസ്ചാർജ്. അപ്പോൾ CD ഇൻറ്റു a1 a2 ഡിവൈഡ് ബൈ ഓൾ റൂട്ട് ഓഫ് a1² മൈനസ് a2² ഇൻറ്റു റൂട്ട് ഓഫ് 2gh എന്ന് എഴുതിയാൽ നമുക്കതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡിസ്ചാർജിനെ നമ്മൾ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയിട്ടുള്ള ഡിറൈവ് ചെയ്തിട്ടുള്ള ആൻസർ മാത്രം എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിലിട്ടേക്കാം. തിയററ്റിക്കൽ ഡിസ്ചാർജും അതുപോലെ തന്നെ ആക്ച്വൽ ഡിസ്ചാർജും. അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ടൈം എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒന്ന് ഫാസ്റ്റ് അടിച്ച് കിട്ടിയാൽ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഫാസ്റ്റ് അടിച്ച് കാണാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം താങ്ക് യു.